ബ്രാഹ്മണർ 4% ഇല്ല, 1% ഉള്ളൂ. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ 1%, മാക്സിമം 1.5% ഉള്ളൂ. കേരളത്തിലെ ജാതീയത അല്ല ഇന്ത്യയിൽ മൊത്തത്തിലെടുക്കുമ്പോൾ കേരളത്തിൻ്റെ ചിത്രം വ്യത്യസ്തമാണ് എന്ന് ഞാൻ വർഷങ്ങളായിട്ട് പറയുന്ന കാര്യമാണ്. ഈ ബ്രാഹ്മണർ ഇന്ന് കേരള സമൂഹത്തിൽ യഥാർത്ഥത്തിൽ ദേ ആർ നോട്ട് റെലവൻറ്റ്. അവർക്ക് സാമൂഹ്യ രംഗത്തോ അധികാര രംഗത്തോ അവരുടെ പ്രഹരശേഷിയോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സമ്പത്തോ അവരുടെ കയ്യിലിരിക്കുന്ന ഭൂമിയോ അവരുടെ തൊഴിൽ രംഗത്തെ സ്വാധീനമോ നിയമസഭയിലെ സ്വാധീനമോ ഭരണരംഗ സ്വാധീനമോ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ജാതിയാണ് ഇപ്പോൾ കേരളത്തിലെ ബ്രാഹ്മണ സമൂഹം. അത് വസ്തുതയായതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല എന്ന് നമുക്കറിയാം. ജന്മിത്വം എന്ന് പറയുന്ന സംഗതി ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അതെല്ലാം ചരിത്രമാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അങ്ങനെ അല്ലാതിരിക്കുകയും അതൊരു സ്ട്രഗ്ലിംഗ് കമ്മ്യൂണിറ്റി ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയെ നിരന്തരമായി ഇങ്ങനെ ഭാഷ ചെയ്യുക, നിരന്തരമായി അധിക്ഷേപിക്കുക, അവരെ വർഗീയമായിട്ടും ട്രൈബലായിട്ടും അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് ഒരു പുരോഗമന രാഷ്ട്രീയം ആണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇറ്റ് ഈസ് പോസിബിളി ദ മോസ്റ്റ് റിഗ്രസീവ് പൊളിറ്റിക്സ്. പക്ഷേ ഇത് ആളുകൾ ഒരു സൗകര്യം എന്നുള്ള നിലയിൽ ചെയ്യുന്നുണ്ട്. അവർക്ക് യഥാർത്ഥത്തിൽ പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് താനുള്ള ഒരു കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പൊളിറ്റിക്കലി അവരൊരു ഓൾമോസ്റ്റ് ഒരു ഡെഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ആളുകൾ സ്വന്തം വീര്യം കാണിക്കാനും പുരോഗമന തുറ കാണിക്കാനും ബ്രാഹ്മണർക്കെതിരെ കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേരളത്തിൽ. അത് വളരെ വസ്തുതാവിരുദ്ധമാണ്, റിഗ്രസീവാണ്, അങ്ങേയറ്റം അപലപനീയമാണ്.